പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. യേശുവിൽ സ്നേഹമുള്ള സഹോദരങ്ങളെ, എപ്പിഫനിയുടെ 16-ാമത്തെ എപ്പിസോഡിലേക്ക് പ്രാർത്ഥനാപൂർവം നിങ്ങളെ എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. 16-ാമത്തെ ഈ ദിവസം ക്രിസ്മസിൻ്റെ ഡിസംബർ 25-ന് ഒരുക്കമായിട്ടുള്ള ഈ വചനധ്യാന, അതുപോലെ തന്നെ പ്രാർത്ഥനയുടെയും പരിത്യാഗത്തിൻ്റെയും ഒരുക്കത്തിൻ്റെയും ഈ ദിനങ്ങളിലേക്ക് താല്പര്യത്തോടെ നിങ്ങൾ പങ്കുചേരുന്നതിന് ഞാൻ കർത്താവിനെ മഹത്വപ്പെടുത്തുകയും ദൈവത്തിന് നന്ദി പറയുകയും ചെയ്യുന്നു. നമുക്കിന്ന് നമ്മുടെ ഇന്നത്തെ വചന ധ്യാനത്തിലേക്ക് കടക്കാം. ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 57 മുതലുള്ള വാക്യങ്ങൾ. ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 57 മുതലുള്ള തിരുവചനം. സ്നാപക യോഹന്നാൻ്റെ ജനനം. എലിസബത്തിന് പ്രസവ സമയമായി. അവളൊരു പുത്രനെ പ്രസവിച്ചു. കർത്താവ് അവളോട് വലിയ കാരുണ്യം കാണിച്ചിരിക്കുന്നുവെന്ന് കേട്ട അയൽക്കാരും ബന്ധുക്കളും അവളോടൊത്ത് സന്തോഷിച്ചു. 8-ാം ദിവസം അവർ ശിശുവിൻ്റെ പരിച്ഛേദനത്തിന് വന്നു. പിതാവിൻ്റെ പേരനുസരിച്ച് സക്കറിയ എന്ന് അവന് പേര് നൽകാൻ അവർ ആഗ്രഹിച്ചു. എന്നാൽ ശിശുവിൻ്റെ അമ്മ അവരോട് പറഞ്ഞു, അങ്ങനെയല്ല, അവൻ യോഹന്നാൻ എന്ന് വിളിക്കപ്പെടണം. അവർ അവളോട് പറഞ്ഞു, നിന്റെ ബന്ധുക്കളിൽ ആർക്കും ഈ പേര് ഇല്ലല്ലോ. ശിശുവിന് എന്ത് പേര് നൽകാനാണ് ആഗ്രഹിക്കുന്നതെന്ന് അവൻ്റെ പിതാവിനോട് അവർ ആംഗ്യം കാണിച്ച് ചോദിച്ചു. അവൻ ഒരു എഴുത്ത് പലക വരുത്തി അതിൽ എഴുതി, യോഹന്നാൻ എന്നാണ് അവൻ്റെ പേര്. എല്ലാവരും അത്ഭുതപ്പെട്ടു. തൽക്ഷണം അവൻ്റെ വായ് തുറക്കപ്പെട്ടു, നാവ് സ്വതന്ത്രമായി. അവൻ ദൈവത്തെ വാഴ്ത്തിക്കൊണ്ട് സംസാരിക്കാൻ തുടങ്ങി. അയൽക്കാർക്കെല്ലാം ഭയമുണ്ടായി. യൂദയായിലെ മലനാട്ടിലെങ്ങും ഈ സംഗതികൾ സംസാര വിഷയമാവുകയും ചെയ്തു. കേട്ടവരെല്ലാം ഈ ശിശു ആരായിത്തീരും എന്ന് ചിന്തിച്ചു തുടങ്ങി. കർത്താവിൻ്റെ കരം അവനോട് കൂടെ ഉണ്ടായിരുന്നു. സ്നാപക യോഹന്നാൻ്റെ ജനനത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത്. പ്രസവ സമയം അടുത്തപ്പോൾ എലിസബത്ത് അവളുടെ പുത്രനെ പ്രസവിക്കുകയാണ്. ഈ ഭാഗങ്ങളിലൊക്കെ ആവർത്തിക്കപ്പെടുന്ന ഒരു ആശയമാണ്. ഈ നടക്കുന്ന സംഭവങ്ങളിലെല്ലാം പ്രവർത്തിച്ചിരിക്കുന്നത് ദൈവത്തിൻ്റെ കാരുണ്യമാണ് എന്ന ചിന്ത. അതായത് ഈ നടക്കുന്ന, ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളിലും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ദൈവത്തിൻ്റെ കാരുണ്യമാണ് എന്ന ചിന്ത. അപ്പോൾ നമുക്കിതിനെ ഒന്ന് കാണാനായിട്ട് ശ്രമിക്കാം, എവിടെയൊക്കെയാണ് അത് വരുന്നതെന്ന്. ഉദാഹരണത്തിന് നമ്മൾ കാണുന്നുണ്ട്, മറിയത്തിൻ്റെ സ്തോത്രഗീതം കാണുമ്പോൾ അവിടെ ഇങ്ങനെയാണ് വായിക്കുന്നത്. 50-ാമത്തെ വാക്യം, 1-ാം അധ്യായം 50-ാമത്തെ വാക്യം. അവിടുത്തെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും അവിടുന്ന് കരുണ വർഷിക്കും. ഇനി 54-ാമത്തെ വാക്യം, തൻ്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് അവിടുന്ന് തൻ്റെ ദാസനായ ഇസ്രായേലിനെ സഹായിച്ചു. 50, 54. ഇനി 58, കർത്താവ് എലിസബത്തിനോട് വലിയ കാരുണ്യം കാണിച്ചിരിക്കുന്നു എന്ന് കേട്ട അയൽക്കാരും ബന്ധുക്കളും അവളോട് കൂടെ അവളോടൊത്ത് സന്തോഷിച്ചു. ഇങ്ങനെ ഇത് ആവർത്തിക്കപ്പെടുന്നുണ്ട്. ഇനി 72-ാമത്തെ വാക്യത്തിൽ സക്കറിയായുടെ പ്രവചന ഗീതത്തിൽ നമ്മുടെ പിതാക്കന്മാരോട് വാഗ്ദാനം ചെയ്ത കാരുണ്യം നിവർത്തിക്കാനും. ഇനി വീണ്ടും താഴോട്ട് വരുമ്പോൾ 78-ാമത്തെ വാക്യത്തിൽ നമ്മുടെ ദൈവത്തിൻ്റെ കാരുണ്യാതിരേകം കൊണ്ട് ഉയരത്തിൽ നിന്നുള്ള ഉദയരശ്മി നമ്മെ സന്ദർശിക്കുമ്പോൾ. ഇങ്ങനെ ഇപ്പം ഞാൻ ഒരു 5 വാക്യങ്ങൾ വായിച്ചു. ശ്രദ്ധിച്ച് നിങ്ങൾ വായിച്ചാൽ ഇതിൽ കൂടുതൽ ചിലപ്പോൾ കണ്ടെത്താൻ കഴിയും. ഇവിടെ ആവർത്തിക്കപ്പെടുകയാണ്. ഇവിടെ നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി ഈ ഭൂമിയിലേക്ക് കടന്നു വരുമ്പോൾ അതുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾ ബൈബിൾ വിശദീകരിക്കുമ്പോൾ ബൈബിൾ നമ്മളോട് പറയുകയാണ്, അത് ദൈവത്തിൻ്റെ കാരുണ്യം വെളിപ്പെട്ടതാണ്. ഈ കാരുണ്യത്തെക്കുറിച്ച് നമുക്ക് അപ്പോസ്തലനായ പൗലോസ് വേറൊരു വിധത്തിൽ എഴുതുന്നുണ്ട്. അദ്ദേഹം തീത്തോസിന് എഴുതുമ്പോഴാണ് ഇങ്ങനെ ഒരു വാചകം നമ്മൾ കാണുന്നുണ്ട്. അതായത് ദൈവത്തിൻ്റെ കാരുണ്യമാണ് നമ്മളെ കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്ന് നമ്മളെ രക്ഷിക്കുന്നതിന് കാരണമായത് എന്ന്.
ഞാൻ വായിക്കാം. അത് തീത്തോസിന് അപ്പോസ്തലനായ പൗലോസ് എഴുതി അതിൻ്റെ 3-ാമത്തെ അധ്യായം 4-ാമത്തെ വാക്യം. എന്നാൽ നമ്മുടെ രക്ഷകനായ ദൈവത്തിൻ്റെ നന്മയും സ്നേഹം നിറഞ്ഞ കാരുണ്യവും വെളിപ്പെട്ടപ്പോൾ അവിടുന്ന് നമുക്ക് രക്ഷ നൽകി. അപ്പോൾ നമ്മൾ യേശുക്രിസ്തു നമ്മളെ രക്ഷിക്കാനായി ഈ ഭൂമിയിലേക്ക് വന്നതിനെ ബൈബിൾ വിശദീകരിക്കുമ്പോൾ പലയിടങ്ങളിലായി ആവർത്തിക്കുന്ന ഒരു വാക്യമാണ് ദൈവത്തിൻ്റെ കാരുണ്യം. ദൈവം നമ്മോട് കാണിച്ച ഫേവർ, ദൈവം നമ്മോട് കാണിച്ച കരുണയാണ് ഇത്. ഈ ഒരു പരിധിവരെ എല്ലാ ദൈവാനുഗ്രഹങ്ങളെയും അവകാശമായി കാണാനുള്ള ഒരു പ്രവണത ഈ വീണുപോയ മനുഷ്യൻ്റെ ജഡത്തിൽ, മനുഷ്യപ്രകൃതിയിൽ ഉണ്ട്. നമുക്ക് കിട്ടുന്ന ആത്മീയ ഭൗതിക അനുഗ്രഹങ്ങളെ മുഴുവൻ നമ്മുടെ നേട്ടങ്ങളായി കരുതാൻ, നമ്മുടെ ഒരു അവകാശമായി കരുതാൻ, നമ്മുടെ ഒരു ദൈവം തരുന്ന കാരുണ്യം എന്നതിനപ്പുറത്ത് നമ്മൾ നേടിയെടുക്കുന്ന എന്തോ ആയി കരുതാനുള്ള ഒരു പ്രവണത നമുക്കുണ്ട്. ഇന്ന് നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ധ്യാന വിഷയമാക്കണമെന്ന് ഞാൻ നിങ്ങളോട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്ന ചിന്ത ഇതാണ്. നമുക്ക് കർത്താവായ യേശുവിനെ കിട്ടിയത് ദൈവത്തിൻ്റെ അനന്തമായ കരുണയാണ്. ഈശോ തന്നെ കരുണയാണ്. ഈശോ ഈ ഭൂമിയിലേക്ക് വന്നത് ദൈവത്തിൻ്റെ അനന്തമായ കരുണയുടെ ഭാഗമാണ്. അതുകൊണ്ട് ആ കരുണയ്ക്ക് നമ്മൾ അർഹരായി. ആ കരുണ നമ്മുടെ മുമ്പിൽ വെളിപ്പെട്ടു. അതുകൊണ്ട് നിരന്തരമായിട്ട് ഈ ദൈവത്തിൻ്റെ കരുണയെ നമ്മൾ ധ്യാനിച്ച് കഴിയുമ്പോൾ ആ കരുണയെക്കുറിച്ച് മത്തായിയുടെ സുവിശേഷത്തിൽ അഷ്ടസ്വഭാവങ്ങളിൽ പറയുന്നത്, ഈ കരുണ ഹൃദയത്തിൽ നിറഞ്ഞു കഴിയുന്നവർക്ക് കരുണയുണ്ടാവും. അങ്ങനെ കരുണയുണ്ടാവുന്നവരുടെ മേൽ ദൈവത്തിൻ്റെ കരുണ കൂടുതൽ വെളിപ്പെടും. നമുക്കിന്നത്തെ കാലത്ത് എനിക്ക് തോന്നാറുണ്ട്, നമുക്ക് ഒന്നും സത്യത്തിൽ ദൈവത്തിൽ നിന്ന് അവകാശപ്പെടാൻ കഴിവില്ലാത്ത, അല്ലെങ്കിൽ അവകാശമില്ലാത്ത ഒരു കാലത്തിലാണ്, തിന്മ നിറഞ്ഞ ഒരു കാലത്തിലാണ് നമ്മളെല്ലാം ജീവിക്കുന്നത്. നമ്മളിലെല്ലാവരും തിന്മ രൂഢമൂലമായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ദൈവത്തിൽ നിന്ന് ഒരിക്കലും ദൈവാനുഗ്രഹങ്ങളോ ദൈവത്തിൻ്റെ സാന്നിധ്യമോ ഒക്കെ നമുക്ക് ലഭിക്കുമ്പോൾ അത് നമുക്ക് ഒരവകാശമായി, നമ്മുടെ അവകാശമായി കാണാൻ നമുക്ക് സാധിക്കുകയില്ല. ഇതെല്ലാം ദൈവത്തിൻ്റെ കരുണയാണെന്ന് തിരിച്ചറിയണം. ഞാനിത് ഇത്രയും വിശദമായി പറയാൻ കാരണം, എപ്പോഴും ദൈവത്തിൻ്റെ ഈ കരുണയ്ക്ക് നന്ദി പറയേണ്ടതുണ്ട്. അങ്ങയുടെ കാരുണ്യാതിരേകം വെളിപ്പെട്ടപ്പോൾ അവിടുന്ന് ഞങ്ങൾക്ക് രക്ഷ നൽകിയതിന് നമ്മുടെ ഹൃദയത്തിൽ ദൈവത്തോട് എപ്പോഴും നമ്മൾ നന്ദിയും ഒരു കൃതജ്ഞതയും ദൈവത്തോടുള്ള ആ മഹത്വം കൊടുക്കുന്ന മനോഭാവവും സൂക്ഷിക്കേണ്ടതുണ്ട് എന്ന് ഓർമ്മിപ്പിക്കാൻ ഞാൻ ഈ വാക്യങ്ങൾ ചൂണ്ടിക്കാണിച്ചു എന്നേ ഉള്ളൂ. പിന്നെ കൂടെ പ്രാർത്ഥിക്കാനും കഴിയണം, കർത്താവേ ഞങ്ങളോട് കരുണയാവണമേ എന്ന്. അങ്ങനെ എലിസബത്തിന് പ്രസവ സമയം എടുത്ത് അവൾ ഒരു കുഞ്ഞിനെ പ്രസവിച്ച് കഴിയുമ്പോൾ അടുത്ത ഒരു കാര്യം ഈ നാട്ടുകാരുടെ പ്രതികരണമാണ്. അയൽക്കാരും ബന്ധുക്കളും അവളോടൊത്ത് സന്തോഷിച്ചു. ബൈബിൾ ഇങ്ങനെ പറയുന്നുണ്ട്, സന്തോഷിക്കുന്നവരോടുകൂടെ സന്തോഷിക്കുവിൻ, കരയുന്നവരോടുകൂടെ കരയുവിൻ. നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിഞ്ഞൂടാ. ഈ കരയുന്നവരുടെ കൂടെ കരയാനാണോ സന്തോഷിക്കുന്നവരുടെ കൂടെ സന്തോഷിക്കാനാണോ എളുപ്പം? അല്ലെങ്കിൽ സന്തോഷിക്കുന്നവരുടെ കൂടെ സന്തോഷിക്കാനാണോ പ്രയാസം? കരയുന്നവരുടെ കൂടെ കരയാനാണോ പ്രയാസം? എളുപ്പം ഏതാണെന്ന് ചോദിച്ചാൽ കരയുന്നവരുടെ കൂടെ കരയാനാണ് എളുപ്പം. സന്തോഷിക്കുന്നവരുടെ കൂടെ സന്തോഷിക്കണമെങ്കിൽ നമ്മൾക്ക് ദൈവികമായ ഒരു ഹൃദയവിശാലത ഉണ്ടാകേണ്ടതുണ്ട്. മറ്റൊരു മനുഷ്യനുണ്ടാകുന്ന ഏതൊരു നിസാരപ്പെട്ട നേട്ടവും നമ്മുടെ കൺമുമ്പിൽ വരുമ്പോൾ മനുഷ്യനുണ്ടാകാൻ സാധ്യതയുള്ളൊരു വികാരമാണ് അസൂയ. അത് നന്മയാവട്ടെ, അത് ദൈവികമായൊരു കാര്യമാവട്ടെ, ഇവിടെയെല്ലാം ഒരു അസൂയ എന്ന് പറയുന്ന ഒരു പ്രതികരണം മനുഷ്യൻ്റെ ജീവിതത്തിൽ നിന്ന് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. എന്നാൽ ഇവിടെ ഈ നാട്ടുകാർ ഇവൾക്ക് കിട്ടിയ ഈ സൗഭാഗ്യത്തിൽ അവരെല്ലാവരും അവളോടൊത്ത് സന്തോഷിക്കുകയാണ്. മനുഷ്യൻ്റെ നന്മയിൽ സന്തോഷിക്കാൻ കഴിയുന്ന ഒരു ഭാവം മനുഷ്യന് സ്വാഭാവികമായിട്ടുള്ളതല്ല.
അത് നമ്മൾ ക്രിസ്തുവിൻ്റെ സ്വഭാവത്തോട് ചേർന്ന് നമ്മുടെ ജീവിതത്തിൽ രൂപപ്പെടുത്തേണ്ട ഒരു ചിന്തയാണ്. ഒരു മനുഷ്യന് നന്മയുണ്ടാകുന്നു എന്ന് കാണുമ്പോൾ അതിനെ നോക്കി പിറുപിറുക്കുന്നതിന് പകരം ഒരാളൊരു നന്മ ചെയ്യുന്നത് കാണുമ്പോൾ, ഉദാഹരണത്തിന് ബഥാനിയയിലെ മറിയം യേശുവിൻ്റെ പാദാന്തികത്തിൽ തൈലം കൊണ്ട് ലേപനം ചെയ്ത് അവനെ സുഗന്ധപൂരിതനാക്കുന്ന സമയത്ത് അതിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നതിന് പകരം കുറ്റപ്പെടുത്തുന്ന യൂദാസിനെ കാണുന്നില്ലേ? അതുപോലെ ഈ മറ്റുള്ളവർ ചെയ്യുന്ന അവരുടെ സമർപ്പണം, അവരെടുക്കുന്ന ത്യാഗം, അവർ ദൈവത്തിന് കൊടുക്കുന്ന സമയം, അവർ കർത്താവിന് വേണ്ടി കൊടുക്കുന്ന വില, അതുപോലെ തന്നെ അവർക്ക് ഉണ്ടാകുന്ന ഭൗതികമായ നേട്ടങ്ങൾ, അവർക്കുണ്ടാകുന്ന ആത്മീയ അനുഗ്രഹങ്ങൾ, ഇതൊക്കെ കാണുമ്പോൾ സന്തോഷിക്കാൻ പറ്റുന്ന ഒരു ഹൃദയമാണോ എൻ്റെ ഹൃദയം എന്ന് നമ്മളൊന്ന് ഈ നാളുകളിൽ തിരയേണ്ടതുണ്ട്. നമുക്കറിയാം, മറ്റുള്ളവരുടെ നേട്ടങ്ങൾ പലപ്പോഴും ഒരു സാധാരണ മനുഷ്യൻ എന്ന നിലയിൽ നമ്മളെ അസ്വസ്ഥരാക്കാനാണ് പതിവ്. ഹെറോദേസിനെ പോലെയാണ് നമുക്ക് യേശു ജനിച്ചു എന്ന വാർത്ത കേൾക്കുമ്പോൾ അസ്വസ്ഥതയാണ് ചിലപ്പോൾ ഉണ്ടാകുന്നത്. അപ്പോൾ ഇതിന് എന്താണൊരു വഴി? ഞാനൊരു 2 വിധത്തിൽ ഇതിനെ കാണാം എന്ന് വിചാരിക്കുന്നു. അല്ലെങ്കിൽ ഇതിന് 2 തലമുണ്ട്. എന്ന് വെച്ചാൽ, നമുക്ക് മറ്റുള്ളവരുടെ നേട്ടങ്ങളിൽ അത് നമ്മളെ നെഗറ്റീവായി സ്വാധീനിച്ചാൽ അതിനെ വിളിക്കുന്ന പേരാണ് അസൂയ. നമ്മളതിനെക്കുറിച്ച് അസ്വസ്ഥരാകുന്നു. അത് നമ്മളിൽ ഉണ്ടാക്കുന്നത് നിഷേധാത്മകമായ ഒരു പ്രതികരണമാണ്. അത് നമുക്ക് എന്തോ വിഷമം ഉണ്ടാക്കുന്നു. അപ്പോൾ അതാണ് അസൂയ. ഇനി മറ്റൊരാൾക്കൊരു നേട്ടം ഉണ്ടാകുമ്പോൾ വേറൊരു തലം എന്ന് പറയുന്നത്, നമ്മൾ ഒരു വശത്ത് അതിൽ സന്തോഷിക്കുന്നു, നമുക്കതിൽ അഭിമാനിക്കാൻ പറ്റുന്നു. ഇപ്പോൾ ഏത് നന്മ ഭൂമിയിൽ സംഭവിച്ചാലും അത് അത്രത്തോളം ഒരു ദൈവികത ഈ ഭൂമിയിൽ പരന്നു എന്ന് വിശ്വസിക്കാൻ കഴിയുന്ന ഒരു അവസ്ഥയാണത്. അതായത് അത്രത്തോളം ഈ സമൂഹത്തിൽ കുറച്ചുകൂടി ഒരു നന്മയുണ്ടായി, അത്രത്തോളം ഈ സമൂഹം ദൈവത്തിൽ ദൃഢപ്പെട്ടു, അത്രത്തോളം ദൈവരാജ്യം ഈ സമൂഹത്തിൽ വളരുന്നു, അത്രത്തോളം മനുഷ്യൻ്റെ നന്മ കുറെ കൂടി ഉന്നതമായി മാറുന്നു. ഇങ്ങനെയൊക്കെ കാണാൻ കഴിയുന്നൊരു തലമുണ്ട്. ആ കൂട്ടത്തിൽ തന്നെ മറ്റൊരാളുടെ നേട്ടം നമുക്ക് അസൂയ ഉണ്ടാക്കുന്നതിന് പകരം അതൊരു പ്രചോദനമായിട്ട് മാറിയാൽ കുറെ കൂടി നന്മ ഈ ഭൂമിയിൽ ഉണ്ടാവും. അതായത് ഒന്നുകിൽ നിങ്ങൾക്ക് ജലസാവാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇൻസ്പയർഡ് ആവാം. മറ്റൊരാൾക്ക് ഉണ്ടാകുന്ന നന്മകൾ കാണുമ്പോൾ നമുക്ക് കുറെ കൂടി ഇൻസ്പയർഡായി നമുക്കും ആ നന്മയിലും നേട്ടങ്ങളിലുമൊക്കെ വളരാൻ കഴിയുകയും ചെയ്യും. അപ്പോൾ ഈ ക്രിസ്മസുമായി ബന്ധപ്പെട്ട് നമ്മൾ ഓരോ മനുഷ്യരുടെയും ജീവിതത്തിലൂടെ ഇങ്ങനെ അടുത്ത് ഇടപഴകുമ്പോൾ അവരിലൊക്കെ കാണുന്ന നന്മകളാണ് രക്ഷകൻ്റെ പിറവിക്ക് പശ്ചാത്തലമാകുന്ന ഒരുക്കങ്ങൾ. അപ്പം അതുകൊണ്ടാണ് ഈ കാര്യങ്ങൾ കുറെ കൂടി ശ്രദ്ധയോടെ ചിന്തിക്കേണ്ടത് ആവശ്യമുണ്ട് എന്ന് വിചാരിക്കുന്നത്. 8-ാം ദിവസം അവർ ശിശുവിൻ്റെ പരിച്ഛേദനത്തിന് വന്നു. ബന്ധുക്കളും നാട്ടുകാരും ഒക്കെ 8-ാം ദിവസം കുഞ്ഞിൻ്റെ പരിച്ഛേദനത്തിന് വരികയാണ്. അപ്പോഴാണ് ഈ കുട്ടിക്ക് പേരിടണം. 8-ാം ദിവസമാണ് പേരിടുന്നത്. അപ്പോൾ ഈ കുടുംബത്തിൻ്റെ പതിവനുസരിച്ച് അപ്പൻ്റെ പേര് സക്കറിയ എന്നുള്ള പേര് കൊടുക്കാൻ അവർ ആഗ്രഹിച്ചു. എന്നാൽ ആ സമയത്താണ് എലിസബത്ത് അവരോട് പറയുന്നത്, ഈ കുഞ്ഞിൻ്റെ പേര് സക്കറിയ എന്നല്ല, മറിച്ച് യോഹന്നാൻ എന്നാണ് ഈ കുട്ടിക്ക് പേരിടേണ്ടത്. അവർക്കത് അത്ഭുതമായിരുന്നു. കാരണം അങ്ങനെ ഒരു പതിവ് അവിടെ ഇല്ല. രണ്ടാമത്തേത്, ഈ പേര് ആ കുടുംബ പശ്ചാത്തലങ്ങളിൽ അവർക്ക് അപരിചിതമായൊരു പേരായിരുന്നു. ആ കുടുംബത്തിൽ ആർക്കും ആ പേരുണ്ടായിരുന്നില്ല. അപ്പോഴാണ് അവരൊരു ക്രോസ് റെഫറൻസിന് സക്കറിയ പുരോഹിതനോട് ചോദിക്കുന്നത്, ഈ കുട്ടിക്ക് എന്ത് പേരിടും എന്ന്. അപ്പോൾ അദ്ദേഹം ഒരു എഴുത്ത് പലക വരുത്തി അതിൽ യോഹന്നാൻ എന്ന് എഴുതുന്നു. തൽക്ഷണം അവൻ്റെ വായ് തുറക്കപ്പെടുന്നു. ഒരാൾ ദൈവം പറഞ്ഞ ഒരു കാര്യം അതിൻ്റെ സൂക്ഷ്മാർത്ഥത്തിൽ അനുസരിക്കാൻ തയ്യാറാകുന്ന നിമിഷം ഇത്രയും നാളുണ്ടായിരുന്ന ഒരു അന്ധകാരം മാറിപ്പോവുകയാണ്. ഓരോ ചെറിയ അനുസരണത്തിലും നമ്മുടെ മേൽ വരുന്ന അനന്തമായ ദൈവത്തിൻ്റെ കൃപകളുണ്ട്. ഒരു ചെറിയ വചനം അനുസരിക്കാൻ നമ്മൾ പരിശ്രമിക്കുമ്പോൾ നമ്മളിലേക്ക് ഒഴുകുന്ന കൃപകളുടെ ആ പ്രളയത്തിന് കണക്കില്ല. അതായത് കർത്താവ് അരുളി ചെയ്ത ഒരു ചെറിയ കാര്യം ഒന്ന് അനുസരിക്കാൻ ശ്രമിക്കുമ്പോൾ വചനത്തിൻ്റെ അനുസരണത്തിലൂടെ അന്ധകാരം പെട്ടെന്ന് മാറിപ്പോവും. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, നമ്മൾ ഇപ്പോൾ ഒരു 3 മാസം 6 മാസം 1 വർഷമൊക്കെ പ്രാർത്ഥിക്കുന്നതിനേക്കാളും ഒക്കെ മെച്ചപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ ദൈവവചനം സൂക്ഷ്മമായ അർത്ഥത്തിൽ അനുസരിക്കാൻ ശ്രമിച്ചാൽ അതിന് വലിയ അനുഗ്രഹമുണ്ട്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞേ, നിങ്ങൾ ആദ്യം ദൈവത്തിൻ്റെ രാജ്യവും ആ രാജ്യത്തിൻ്റെ നീതിയും
എന്ന് പറഞ്ഞാൽ ആ രാജ്യം ആവശ്യപ്പെടുന്ന അനുസരണവും ആ രാജ്യം ആവശ്യപ്പെടുന്ന ജീവിത ശൈലിയിലേക്ക് വരാനുള്ള സന്നദ്ധതയും ആ ദൈവരാജ്യവും ദൈവത്തിൻ്റെ നീതിയും നിങ്ങൾ അന്വേഷിച്ചാൽ ബാക്കി എല്ലാം തരുമെന്നാണ് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ പിന്നെ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഒരു മനുഷ്യനും തൻ്റെ ഭൗതിക ജീവിതത്തിലെ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടത് ഒരു ആവശ്യം പോലും ആയി മാറുന്നില്ല. അവനെല്ലാം നൽകപ്പെടുകയാണ്, അവൻ ആവശ്യമുള്ളതെല്ലാം നൽകപ്പെടുകയാണ്. വയലിലെ പുല്ലിനെയും പൂവിനെയും അലങ്കരിക്കുന്ന ദൈവം ഈ മനുഷ്യൻ്റെ ജീവിതത്തിലെ എല്ലാ ആവശ്യങ്ങളിലും ഇടപെടുകയാണ്. അപ്പോൾ അതുകൊണ്ട് ദൈവവചനം അതിൻ്റെ സൂക്ഷ്മാർത്ഥത്തിൽ കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ അനുസരിക്കാൻ ശ്രമിക്കുമ്പോൾ ഈ ബന്ധനാവസ്ഥ മാറി അയാളുടെ നാവ് തുറക്കപ്പെട്ടു. നാവ് സ്വതന്ത്രമായി അവൻ ദൈവത്തെ വാഴ്ത്തിക്കൊണ്ട് സംസാരിക്കാൻ തുടങ്ങി. നമ്മൾ നോക്കുക, ഇവിടെ ക്രിസ്തുവിൻ്റെ ജനനവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന മനുഷ്യരൊക്കെ എന്തെങ്കിലുമൊക്കെ സംസാരിക്കുമ്പോൾ അവരിൽ നിന്നെല്ലാം പുറത്തു വരുന്നത് ഒന്നുകിൽ വചനം, അല്ലെങ്കിൽ സ്തോത്രഗീതം, അല്ലെങ്കിൽ മറ്റുള്ളവരെ പ്രശംസിക്കുന്ന, മറ്റുള്ളവരുടെ നന്മയിൽ സന്തോഷിക്കുന്ന, എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുത്ത് വരാനുള്ള ഭാഗ്യം എന്നൊക്കെ പറഞ്ഞ് മറ്റുള്ളവരെ ബഹുമാനിക്കുന്ന വാക്കുകൾ, അപ്രീഷിയേറ്റ് ചെയ്യുന്ന വാക്കുകൾ, അവരെ കുറെ കൂടി വിലയോടെ കാണുന്ന വാക്കുകൾ, മറ്റുള്ളവരുടെ നന്മയിൽ സന്തോഷിക്കുന്ന വാക്കുകൾ, ഇതൊക്കെയാണ് ക്രിസ്മസുമായി ബന്ധപ്പെട്ട് നമ്മൾ ഇതിനോട് ചേർന്ന് നിന്ന മനുഷ്യരുടെ ജീവിതത്തിൽ കാണുന്ന വാക്കുകളൊക്കെ. അതുകൊണ്ടാണ് ഈ ദിവസങ്ങളിലൊക്കെ നമ്മുടെ സംസാരത്തെയും വാക്കുകളെയും ഒക്കെ കുറെ കൂടിക്ക് ശ്രദ്ധയോടെ കാണേണ്ടതുണ്ട് എന്ന് പറയാൻ കാരണം. അപ്പോൾ വിലയില്ലാത്ത വാക്കുകൾ സംസാരിക്കുന്നതിന് പകരം നമുക്ക് കുറെ കൂടി ഗൗരവമുള്ള, കുറെ കൂടി വിലയുള്ള, പൗലോസ് പുസ്തകം പറയുന്നത് പോലെ കേൾവിക്കാർക്ക് ആത്മീയ ചൈതന്യം പ്രദാനം ചെയ്യുന്നതിനായി അവരുടെ ഉന്നതിക്ക് ഉതകും വിധം നല്ല കാര്യങ്ങൾ സന്ദർഭമനുസരിച്ച് സംസാരിക്കണം. അപ്പോൾ നിങ്ങളുടെ നാവിൽ നിന്ന് തിന്മയുടെ വാക്കുകൾ പുറപ്പെടാതിരിക്കട്ടെ. അപ്പോൾ ഇവർ ഉടനെ സക്കറിയ നാവ് സ്വതന്ത്രമായി കഴിയുമ്പോൾ ഉടനെ പിന്നെ അദ്ദേഹം വേറെ ഒന്നുമല്ല, പരാതിയൊന്നുമല്ല പറയുന്നത്. അദ്ദേഹം പിന്നെ ഉടനെ പറയുന്നത് അദ്ദേഹം ദൈവത്തെ വാഴ്ത്തിക്കൊണ്ട് സംസാരിക്കാൻ തുടങ്ങി. അയൽക്കാർക്കെല്ലാം ഭയമുണ്ടായി. യൂദയായിലെ മലനാട്ടിലെങ്ങും ഈ സംഗതികൾ സംസാര വിഷയമാവുകയും ചെയ്തു. നിങ്ങൾ ഓർക്കേണ്ടത് ദൈവപ്രവൃത്തികളാണ് സംസാര വിഷയമാകേണ്ടത്. നമുക്ക് ജീവിതത്തിൽ ദൈവത്തിൻ്റെ പ്രവൃത്തികൾ നടക്കുക എന്നുള്ളത് ഒരു ദൈവമനുഷ്യൻ്റെ സാക്ഷ്യ ജീവിതത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ടൊരു തലമാണ്. അതായത് ഒരാളുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ഇടപെടലുകൾ കാണുമ്പോൾ അതൊക്കെ ചുറ്റുപാടുകളിൽ സംസാര വിഷയമായി മാറും. അവർ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതാണ്: കേട്ടവരെല്ലാം ഈ ശിശു ആരായിത്തീരും എന്ന് ചിന്തിച്ചു തുടങ്ങി. അത് ഭൂമിയിൽ പറന്നു വീഴുന്ന ഏത് കുഞ്ഞിനെക്കുറിച്ചും പറയാൻ കഴിയുന്നൊരു കാര്യമാണ്. നമുക്ക് ഇങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ട്, ഒരു ക്ലാസ് മുറിയിലേക്ക് ചെല്ലുമ്പോൾ സാധാരണ കുട്ടികളല്ലേ ടീച്ചേഴ്സിനെ വളരെ ആദരവോടെ വണങ്ങുന്നത്. കുഞ്ഞുങ്ങൾ അധ്യാപകനെ ബഹുമാനത്തോടെ എഴുന്നേറ്റ് നിന്ന് വണങ്ങുന്ന ആ രീതിയല്ലേ ക്ലാസ് മുറികളിലുള്ളത്. ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്, ഒരു അധ്യാപകൻ കുട്ടികളിങ്ങനെ എഴുന്നേറ്റ് വണങ്ങി അവരിരുന്ന് കഴിഞ്ഞാൽ ഉടനെ തന്നെ അദ്ദേഹം ഇങ്ങനെ തൻ്റെ കാൽമുട്ട് വരെ കുനിഞ്ഞ് നല്ലതുപോലെ അവരെ പ്രണമിക്കും. അപ്പോൾ ഇത് കണ്ടു നിന്ന ഒരാൾ ഒരിക്കൽ ചോദിച്ചത്രേ, എന്തിനാണ് ഇങ്ങനെ ഈ കുട്ടികളെ ഇത്രയും ആചാരം ചെയ്ത് വണങ്ങി ബഹുമാനിക്കുന്നത്? അപ്പോൾ അദ്ദേഹം ഇങ്ങനെ പറയുമായിരുന്നു, ആർക്കറിയാം ഈ കുഞ്ഞുങ്ങളൊക്കെ പിന്നീട് ഭാവിയിൽ ആരായിത്തീരും എന്ന്? ആർക്കറിയാം? ഇവരൊക്കെ ഇനി ആരായിത്തീരുമെന്ന് ആർക്കറിയാം? അപ്പോൾ ഇങ്ങനെ വളർന്ന് പൂവിട്ട് വടവൃക്ഷമാകേണ്ട വലിയ സാധ്യതകൾ പൂവണിയേണ്ട സാക്ഷാത്കരിക്കേണ്ട ജീവിതങ്ങളാണ് ഈ കുഞ്ഞുങ്ങൾ. അപ്പോൾ അതുകൊണ്ട് കുട്ടികളെ ഒത്തിരി ഗൗരവത്തോടെ എടുത്ത ഒരാളായിരുന്നു ഈശോ. കുഞ്ഞുങ്ങളെൻ്റെ അടുത്ത് വരാൻ അനുവദിക്കണം, അവരെ തടയരുത് എന്നൊക്കെ പറഞ്ഞ ആളാണ്. കുഞ്ഞുങ്ങളെ എടുത്ത്, ഒരു കുഞ്ഞിനെ എടുത്ത് ഇങ്ങനെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ആ കുഞ്ഞിനെ ഉദാഹരിച്ച് പറഞ്ഞ ആളാണ്. അങ്ങനെ കുട്ടികളെ ഒത്തിരി സീരിയസ് ആയിട്ട് എടുത്ത ഒരു ആളുടെ മതമാണിത്. അതുകൊണ്ട് തന്നെ ഈ കുഞ്ഞുങ്ങളെ അത്രയും ഗൗരവത്തോടെ, അത്രയും ബഹുമാനത്തോടെയൊക്കെ കാണേണ്ടതുണ്ട്. കാരണം ആർക്കറിയാം നാളെ ഏതൊക്കെ സാധ്യതകളാണ് ഇവരിൽ നിന്ന് പൊട്ടി വിരിഞ്ഞ് വരാൻ പോകുന്നത് എന്ന്. ദൈവം നമുക്ക് തന്ന മക്കളെ ഓർത്ത് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. കുഞ്ഞുങ്ങളെ ഇല്ലാത്ത മാതാപിതാക്കന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ വാർദ്ധക്യത്തിൽ കുഞ്ഞിനെ ലഭിച്ച എലിസബത്തിനെ പോലെ ഒരു കുഞ്ഞിനെ കയ്യിലെടുക്കാനുള്ള
ഒരു അനുഗ്രഹവും ഒരു നന്മയും നിങ്ങൾക്കുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ നമുക്കിന്ന് നമ്മുടെ ഒരു ടാസ്ക്കായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഗർഭപാത്രത്തിൽ വെച്ച് നിസ്സഹായരായി മരണത്തിലേക്ക് കടന്നു പോകേണ്ടി വന്ന ഗർഭഛിദ്രം ചെയ്യപ്പെട്ട കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അങ്ങനെ നമുക്കറിയാവുന്നതും അറിയാത്തതുമായ കോടാനുകോടി കുഞ്ഞുങ്ങൾ ഈ ഭൂമിയിൽ ഗർഭപാത്രത്തിൽ നിന്ന് ഭൂമി കാണാൻ പറ്റാതെ കർത്താവിൻ്റെ അടുക്കിലേക്ക് തിരിച്ചു പോയിട്ടുണ്ട്. നമുക്ക് അവരെയെല്ലാം ഒന്ന് ഓർത്ത് പ്രാർത്ഥിക്കാനുള്ള ഒരു ദിവസം കൂടിയാണ് ഇന്ന്. മറ്റൊരു കാര്യം കൂടി അതിനോട് ചേർത്ത് പറയാനുള്ളത്, അപ്പോൾ അങ്ങനെ ഓരോ കുഞ്ഞും ഈ ഭൂമിയുടെ ഈ നിറങ്ങളിലേക്കും നന്മകളിലേക്കും അവരുടെ കുഞ്ഞ് പാദം വച്ച് വന്നിറങ്ങാൻ അവർക്ക് കഴിയാതെ പോയതിൻ്റെ പിന്നിൽ മനുഷ്യരുടെ കുറേയൊക്കെ ഭയവും ലജ്ജയും സ്വാർത്ഥതയും ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതിനുകൂടി ഒന്ന് പരിഹാരം ചോദിക്കാൻ ഈ ദിവസത്തെ ഒന്ന് എടുക്കുന്നത് നല്ലതാണ്. അതായത് നിയന്ത്രണമില്ലാതെ മനുഷ്യൻ കയറൂരി വിട്ട മോഹങ്ങളും, അതുപോലെ തന്നെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ തയ്യാറാകാതിരുന്ന ദാമ്പത്യവും, അതുപോലെ തന്നെ ഒരു ജീവൻ്റെ വില തിരിച്ചറിയാൻ പറ്റാതെ പോയ ആ അറിവില്ലായ്മയും, അതുപോലെ ഒരു കുഞ്ഞിനെ പ്രസവിക്കാനും വളർത്താനും സംരക്ഷിക്കാനും വേണ്ട ബലമില്ലാതെ പോയ സ്വാർത്ഥതകളും ഒക്കെ ഈ ഗർഭപാത്രത്തിൽ വെച്ച് തന്നെ കൊല്ലപ്പെട്ട കുഞ്ഞുങ്ങളുടെ ആരും കേൾക്കാതെ അമർന്ന് അരഞ്ഞ നിലവിളികളുടെ പിന്നാമ്പുറങ്ങളിൽ കിടപ്പുണ്ടല്ലോ. അപ്പോൾ അതും ഒന്ന് പ്രാർത്ഥനാ വിഷയമായി ഒരു അനുതാപത്തോടെ അത്തരം മേഖലകൾ കൂടി ഒന്ന് കർത്താവിൻ്റെ മുമ്പിലേക്ക് സമർപ്പിച്ച് മാനവരാശിക്ക് മുഴുവനും വേണ്ടി ഇങ്ങനെ പേരറിയാത്ത, കണ്ടിട്ടില്ലാത്ത, കേട്ടിട്ടില്ലാത്ത, എന്നാൽ നമ്മുടെയൊക്കെ അന്തരീക്ഷങ്ങളിലൊക്കെ ഇങ്ങനെ തപ്തനിശ്വാസങ്ങളായി അലിഞ്ഞു ചേർന്നിട്ടുള്ള ഈ നിസ്സഹായരായ കുഞ്ഞുങ്ങളുടെ നിലവിളികൾക്ക് കാതോർത്ത് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കൂടി ഈ ദിവസം ഉപകരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നല്ല കർത്താവേ, ഈ പ്രഭാതത്തിനായിട്ട് അങ്ങേക്ക് ഞാൻ നന്ദി പറയുന്നു. ഈ വചനം കേട്ടുകൊണ്ടിരുന്ന ഓരോ മകനെയും മകളെയും നീ ആശീർവദിക്കണമേ. ഇവരുടെ കുടുംബങ്ങളെ, കുഞ്ഞുങ്ങളെ, തലമുറകളെ അനുഗ്രഹിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.